ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. രാവിലെ തന്നെ ഓരോരോ ജോലികളാണ് കേട്ടോ. വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്, അവരുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് രാവിലെ വന്നു. അതിനുശേഷം അവർക്കൊരു വെഡ്ഡിങ് ഫങ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ പോകണം. ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ പറ്റുമെങ്കിൽ ചെയ്യണം. പിന്നെ രാവിലെ ജോലികളൊക്കെ ഒതുക്കുകയാണ്, ആഹാരമൊക്കെ കഴിച്ച്. അതുപോലെ നമുക്ക് പുറത്തോട്ടൊക്കെ പോകാനൊക്കെ ഉണ്ട്, പോയിട്ട് വന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദാണ്. 11 ഷെയ്ഖുമാരടങ്ങിയിട്ടുള്ള താജ്മഹൽ മോഡലുള്ള മസ്ജിദാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളുടെ വീട്ടിൽ നിന്ന് ഈ മസ്ജിദിലേക്ക് 6 കിലോമീറ്ററാണുള്ളത് കേട്ടോ. നമ്മൾ സിയാറത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, ഒക്കെ വാങ്ങിച്ച് രാത്രിത്തേക്കൊക്കെയുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. പക്ഷേ കാര്യമായിട്ട് ഷൂട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ചിക്കൻ കറിയും ചപ്പാത്തി നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി വെക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. ചിക്കൻ കറി കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ അത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കും. ശേഷം നമ്മൾ ആ നേരം കൂടെ നമ്മൾ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം നമ്മൾ ശരിയാക്കി വെക്കും. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി നന്നായിട്ട് ഒഴുക്കിയെടുക്കണം. ഒഴുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ മസാലയൊക്കെ അങ്ങോട്ട് വഴറ്റി അതൊന്ന് ഏകദേശം ആയതിനു ശേഷം നമ്മൾ ഈ ചിക്കനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് മസാലയൊക്കെ ഇട്ട് അങ്ങനെ എടുക്കുമ്പോൾ നല്ല രുചിയാണ്. അങ്ങനെ ഉണ്ടാക്കാം. അല്ലാതെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ നന്നായിട്ട് മസാലകളെല്ലാം ഇട്ട് വേവിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എങ്ങനെ ആയാലും നല്ല രുചിയാണ്. ഇപ്പം ഞാൻ രണ്ടാമത് പറഞ്ഞത് നമ്മൾ വിവാഹ പന്തലിലൊക്കെ പാചകക്കാർ വയ്ക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് നമ്മൾ പാചകക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു തവണ. അങ്ങനെ കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വീഡിയോ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം ഒക്കെ ഞാൻ തന്നെയാണ്. നമ്മളിപ്പോൾ ട്രൈപോഡ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടേ ഉള്ളൂ, മൈക്കൊന്നും വാങ്ങിച്ചിട്ടില്ല, അതൊക്കെ വാങ്ങണം. ഓരോ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നതേ ഉള്ളൂ. വീഡിയോ ഞാൻ തന്നെ എടുക്കുന്നത്, അതെല്ലാം എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതിൻ്റെ ശബ്ദം ഒക്കെ എല്ലാം ഞാൻ തന്നെയാണ്. പിന്നെ ഉമ്മച്ചിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതായിട്ടില്ല. ഉമ്മച്ചിക്ക് പഠിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ പ്രതിഫലം, കാര്യങ്ങളൊക്കെ ചെയ്യാനും. എല്ലായിടം പോകുന്നത് ഞാനും ഉമ്മയും തന്നെ ആയിരിക്കും കേട്ടോ. വീഡിയോയിൽ ഉമ്മച്ചിയെ കാണിക്കുന്നുണ്ട്, ആ പച്ചക്കറി വാങ്ങിക്കുന്ന ആ ഒരു വിഷ്വലിൽ കാണുന്നത് എൻ്റെ ഉമ്മയാണ്. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കുകയാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാം ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ അതുപോലെ കിറ്റിലൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കാറുണ്ട്. വൈകുന്നേരത്തെ തുണിയൊക്കെ പറക്കി എല്ലാം മടക്കി വയ്ക്കും. ഉമ്മച്ചിക്കൊരു നിർബന്ധമുണ്ട്, ചൂടാറുന്നതിന് മുമ്പ് തുണിയെല്ലാം മടക്കി അലമാരയിൽ വെക്കണമെന്നുള്ളത്.